കളരികളിൽ ചില വിശ്വാസങ്ങളുണ്ട്. അതനുസരിച്ചാണ് കളരികൾ പോകുന്നത്. അതിൽ തന്നെ ഒരു രഹസ്യമുണ്ട്, ദക്ഷിണ രഹസ്യം. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കളരികളിൽ പ്രത്യേകിച്ച് ദക്ഷിണ കൊടുക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. 1 വെറ്റില, 2 പാക്ക്, 3 അതിനകത്തൊരു നാണയത്തുട്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത്. ഇത് കൂടാതെ ഗുരുക്കന്മാർക്ക് ഡ്രസ്സ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള പല വിശ്വാസങ്ങളും നമുക്കുണ്ട്. ഇതിൽ ദക്ഷിണ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് ശിഷ്യനിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ ഗുരുവിന് ചില കാര്യങ്ങൾ മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പഠനശേഷം നിൽക്കുമോ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ, നാളെ റോഡിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും, അവരുടെ ഹിസ്റ്ററീസ് ഉൾപ്പെടെ. അതാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഈ ദക്ഷിണ രഹസ്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വെറ്റിലകളിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആണ്, പെണ്ണ്, നപുംസകം, ഇങ്ങനെ 3 ഡിവിഷനുണ്ട്. അതിൽ നമ്മൾ അർദ്ധനാരീശ്വര സ്വരൂപമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ദേവി ഇടത് ഭാഗമാണ്, ശിവൻ വലത് ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ള ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന സുഷുമ്ന എന്ന് പറയും. ഈ ഇടത് ഭാഗം എന്ന് പറയുമ്പോൾ ഇടത് ശരമാണ്, ഇടത് മൂക്കാണ്. പിങ്കള എന്ന് പറയുമ്പോൾ വലത് ശരമാണ്, വലത് മൂക്കാണ്. അതിൻ്റെ മിഡിലാണ് ഈ പറയുന്ന സുഷുമ്ന നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇടതെന്ന് പറയുന്നത് എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നതെന്നും വലതെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നതെന്നും. നോക്കിയേ, ഇതിനകത്ത് ഇപ്പോൾ ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 3 കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായൊരു കാര്യം മനസ്സിലാകും. നടുക്കിരിക്കുന്നത് ഈ സുഷുമ്ന എന്ന് പറയുന്ന ശരമാണെന്നുള്ളത്. അപ്പോൾ ഇടത് ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ, ഇടത് വശത്തേക്ക് ചെരിഞ്ഞ വെറ്റിലയുമായി വരുന്നതെങ്കിൽ അയാൾ തിയററ്റിക്കലി ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. വലത് വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന വെറ്റിലയായിട്ടാണ് വരുന്നതെങ്കിൽ അതിൽ പ്രാക്ടിക്കലി ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പലർക്കും ഈ പറയുന്ന ഈ ഇടതുവശം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന തിയറികൾ ഇഷ്ടപ്പെടാത്തത്. കാരണം അവർക്ക് പ്രാക്ടിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തിയറി ഇഷ്ടപ്പെടണമെന്നില്ല, തിയറി ഇഷ്ടപ്പെടുന്നവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ബാലൻസ് ആണ് ഈ പറഞ്ഞ സുഷുമ്ന. അങ്ങനെയുള്ളവരാണ് ഇതിനകത്ത് പിടിച്ചു നിൽക്കുകയും പേരുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ കൊണ്ടുവരുന്ന ഈ വെറ്റില എന്ന് പറയുന്നത് സുഷുമ്ന, അതായത് 2 വശവും ഏകദേശം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും. അപ്പോൾ അതാണ് കൂടുതൽ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വെറ്റില, സ്പിരിച്വൽ ആയിട്ടുള്ള വെറ്റില അപൂർവങ്ങളായി മാത്രമേ ദക്ഷിണയായിട്ട് വരാറുള്ളൂ എന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വരുന്ന ഒരു കാര്യമാണ്. ഇടതും വലതും വരാറുള്ളൂ. ഈ വലത് വരുന്നവരെ ഓർക്ക് നമുക്ക് അവരെ നന്നായിട്ട് പ്രാക്ടീസ് കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിവുകളുണ്ടാവും. മറ്റവർ ചെയ്യില്ല, മടിയന്മാരായിരിക്കും, രാവിലെ എഴുന്നേൽക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വെറ്റില കിട്ടുമ്പോൾ അത്രയും പറ്റും. ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു വെറ്റില കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ 12 ഡിവിഷൻ ചെയ്യും, 12 ഡിവിഷൻ ഉണ്ടാക്കും. ആ 12 ഡിവിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 12 ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ 12 രാശികളാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, അങ്ങനെ തുടങ്ങി 12 രാശികൾ. ഈ 12 രാശികളും എന്താണ്, ഈ ആളുടെ രഹസ്യങ്ങൾ അടങ്ങിയതാണ്. അപ്പോൾ ഏത് ഇതിലാണ് മോശമായ പാടുള്ളത്, പൊട്ടുള്ളത്, കീറലുള്ളത്. ഇപ്പോൾ ഈ വെറ്റില നോക്കിയാട്ടെ, അതിനകത്ത് കീറലുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത്രയും രാശികളിലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരത്തോട് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിയായ ഒരു ശിഷ്യനെ നമുക്ക് വാർത്തെടുക്കാനുള്ള സിമ്പിൾ ടെക്നിക്കുകൾ കളരിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ അതിനകത്ത് വെക്കുന്ന പാക്കുണ്ട്. പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണത്, എന്നെ ഈ പാക്കിൻ്റെ മരം പോലെ, കമുക് പോലെ വളർത്തി തരണേന്നാണ് പറയണത്. അപ്പോൾ ആ കമുകിനകത്ത് അതിൻ്റെ തൊപ്പി എന്ന് പറയുന്നത് തല തന്നെയാണ്. നമ്മൾ തൊപ്പി എവിടെ വെക്കണേ? തലയുടെ മേളിലാണ്. അപ്പോൾ ആ ഭാഗം മേളിലായിട്ട് കണക്കാക്കുക. താഴോട്ടാണ് അതിൻ്റെ വയറും ഒക്കെ നിൽക്കുന്നത്. അതിൻ്റെ മൂലാധാരത്തിൽ നോക്കിയാൽ അത് ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ ആ പാക്കിൻ്റെ ഏറ്റവും അടിവശത്തുള്ള ഒരു ചെറിയ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ വളവ്, അത് ചിലത് നേരെ ആയിരിക്കും. നേരെയുള്ള സുഷുമ്ന, വലത്തോട്ട് ഇടത്തോട്ട് നീങ്ങിയാൽ അതിനകത്തും പറയാൻ പറ്റും. പിന്നെ പാക്കിന് കേടുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ കേട്, അത് അവൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ വെക്കുന്ന കോയിനാണ്. ഈ കോയിൻ എന്ന് പറയുമ്പോൾ ഇത് ദക്ഷിണ തരുന്ന സമയത്ത് അറിയാലോ, ഈ വെറ്റിലയുടെ തണ്ടോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഗുരുവിന് നേരെയും നാമ്പ് ശിഷ്യന് നേരെയും. കാരണം ഗുരു വളർന്നു കഴിഞ്ഞ ആളാണ്, അതുകൊണ്ടാണ് തണ്ടോട് നിൽക്കുന്ന ഭാഗം ഗുരുവിന് നേരെ വെക്കുന്നത്. ശിഷ്യന് നേരെ ഏതാ വെക്കുന്നത്? നാമ്പാണ് വെക്കേണ്ടത്. അയാൾ വളരാനുള്ള ആളാണ്. അപ്പോൾ അക്ക് വെക്കുമ്പോഴും അതുപോലെ തന്നെ വളരാത്ത ഭാഗം, അതായത് അതിൻ്റെ ചോട് വശം എന്ന് പറയുന്നത് ഗുരുവിന് നേരെയും വളരാനുള്ള ഭാഗം ശിഷ്യന് നേരെയും വെക്കണം. എന്നിട്ട് കോയിനോട് വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ വളയാതെ, നട്ടൽ വളയാതെ നേരെ നിന്നുകൊണ്ട് ദക്ഷിണ കൊടുത്താൽ ശ്രദ്ധിക്കണമെന്ന് സാരം. കാരണം അവൻ നാളെ ഒരിക്കൽ നമ്മളെ ചലഞ്ച് ചെയ്യും, ഒരു സംശയം വേണ്ട. നേരെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കുനിഞ്ഞു നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വഴക്കം ശിഷ്യനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒറ്റ കൈ കൊണ്ട് ദക്ഷിണ കൊടുത്താൽ ഒരു കാരണവശാലും അവനെ നിർത്തരുത്, പറഞ്ഞു വിടണം കളരികളിൽ നിന്ന് എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം, കളരികളിൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ തന്നെ താൻ പണ്ട് പഠിച്ച വിദ്യകളിൽ അഭിമാനവും കൊണ്ടിട്ട്
ആ വിദ്യകൾ അവിടെ ഉള്ളവരെ കാണിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്താൽ അവനെ സ്നേഹത്തോടെ ഒഴിവാക്കണമെന്നാണ്. കാരണം വെച്ചാൽ നമ്മുടെ ക്ലാസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുള്ളതാണ് പറയണത്. ഇങ്ങനെയുള്ള കുറച്ചേറെ ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിശ്വാസങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് കളരികളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഒരപൂർവമായ അറിവായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ ആൾക്കാർക്ക് അറിയാം, ഇതറിയാവുന്നവരും ഉണ്ട്. എന്തായാലും ഇതൊരു അറിവായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.